എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നുള്ളത് ഇത് കണ്ടു വായിക്കാലോ. നോ കെയർ എന്ന് പറയുന്ന ഇത് എടപ്പള്ളിയിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ ഞാൻ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ എൻ്റെ ഫ്രണ്ട് റോഷ്നിയാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. നമ്മൾ പൊതുവെ ഈ കൂടുതൽ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, ഒരുപാട് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളും പൊതുവെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പം അതിനെപ്പറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്കത് കെയർ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്കിന്നിൽ കൂടുതലായിട്ട് ഡാമേജ് സംഗതികളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് നോവോ കെയറിനെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞത്. ഇവിടെ ഹെയർ, സ്കിന്ന്, പിന്നെ ഡെന്റൽ എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹം സജസ്റ്റ് ചെയ്യും എന്ത് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനി ഡോക്ടറെ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ എന്റെ ട്രീറ്റ്മെന്റ് രീതികളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. അപ്പൊ ഡോക്ടർ, ഞാൻ അങ്ങനെ എത്തിപ്പെട്ടു അവസാനം. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെ സ്കിന്നോ ഹെയറോ നോക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതൊരു ആവശ്യമായിട്ട് വന്നു. കാര്യം എന്താ വെച്ചാൽ സ്കിന്ന് കുറച്ച് ഡാമേജ് ആയി തുടങ്ങി. അതുപോലെ ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹെയർ ആണ്. ഹെയർ എനിക്കിപ്പോ ഭയങ്കര ടെൻഷനായിട്ട് മാറി. കാരണം നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഹെയർ ചെയ്യാൻ വേറെ ആൾക്കാരാണല്ലോ. അപ്പോ അവരെ കൊണ്ട് ഹീറ്റ് ചെയ്യാനോ സ്പ്രേ അടിക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കാറില്ല. കാരണം എനിക്ക് നല്ല ഹെയർ ലോസ് ഉണ്ട്. ഇപ്പൊ ശരിക്കും ഈ ഭാഗത്തേക്ക് നല്ലോണം ഹെയർ പോയിണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് എനിക്കൊരു ഹെവി ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ചിലപ്പം എന്താ പറയാ കുറച്ച് ഒരുപാട് മെഡിസിൻ എടുത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അന്ന് മുതലേ എനിക്ക് നല്ല ഹെയർ ലോസ് ഉണ്ട് ആക്ച്വലി. പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിരുന്നില്ല. അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും എണ്ണയൊക്കെ ഇങ്ങനെ കാച്ചി തേക്കും, അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കൺസേൺ ഹെയർ ലോസ് ആണെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എത്രത്തോളം ഉണ്ട് ആ ഒരു പ്രശ്നം എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഇതിന് എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. അതായത് നമുക്ക് പല കാരണങ്ങളുടെ ഹെയർ ലോസ് ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ നമുക്കൊരു സ്ട്രെസ്, സാധാരണ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് എന്ത് വന്നാൽ തന്നെ നമ്മുടെ മുടി ഒരു പരിധിയിലേക്ക് പോകാം. പിന്നെ ഉള്ളത് ഹോർമോണൽ ആൻഡ് ജനറ്റിക് കാര്യങ്ങളാണ്. ജനറ്റിക് ആയിട്ട് നമുക്ക് മുടി കൊഴിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം. ഒരു പ്രായം എത്തുമ്പോൾ കുറെ മുടി നഷ്ടപ്പെടുക. ഈ കഷണ്ടി എന്നൊക്കെ പറയുന്നത് ആണുങ്ങൾക്ക് മാത്രം വരുന്നൊരു കാര്യമല്ല, പെണ്ണുങ്ങളെ എഫക്ട് ചെയ്യാം. അതിന് നമ്മൾ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയും. അതാണ് അതിന്റെ ഒരു പേര്, ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയും. അപ്പൊ അതാണോ എഫക്ട് ചെയ്യുന്നത്, അതോ ടീലജൻ എഫ്ലൂവിയം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു പനി വന്നു, ഒരു വൈറൽ പനി വന്നിട്ട് 6 മാസത്തിന് ശേഷം, ഇപ്പൊ കോവിഡ് വളരെ കോമൺ. കോവിഡ് വന്നവർക്ക് ഒരു 4 to 6 മന്ത്സിനുള്ളിൽ നല്ലൊരു ഹെയർ ഫോൾ വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് അവർക്ക്. അപ്പൊ അത് ടീലജൻ എഫ്ലൂവിയം എന്ന് പറയും. അല്ലാതെ തന്നെ ഈ ഒരു സ്ട്രെസ്സും ഫാക്ടേഴ്സും ഒന്നും ഇല്ലാതെ തന്നെ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് സ്ത്രീകളിൽ കാണാം. അത് ആണുങ്ങളുടെ കഷണ്ടിക്ക് സമാനമായിട്ടുള്ളതാണ്. അപ്പൊ എന്താണെന്നുള്ളതിന്റെ ഒരു വാല്യുവേഷൻ ആദ്യം വേണം. പിന്നെ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മുടിയുടെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരു ഇൻസ്റ്റന്റ് ട്രീറ്റ്മെന്റ് അല്ല. നമ്മളിപ്പോ ഇന്നൊരു ട്രീറ്റ്മെന്റ് ചെയ്തു 2 ആഴ്ചക്കുള്ളിൽ എല്ലാം റെഡി ആയിരുന്നു. ഒരിക്കലും മുടിക്ക് നമുക്ക് അങ്ങനെ ഒരു ചികിത്സ പറ്റില്ല. കുറച്ച് സമയം എന്തായാലും എടുക്കും. ഒരു 2 to 3 months ഒക്കെ എടുക്കും റെസ്പോൺസ് തന്നെ കാണാനായിട്ട്. ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ഹെയർ ഫോൾ കുറയുക, പിന്നെ ഉള്ള മുടിക്ക് കുറച്ച് കട്ടി വെക്കുക, പുതിയ മുടി വരിക. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ട്രീറ്റ്മെന്റ് ഷെഡ്യൂളോട് പോയാൽ തന്നെ നമുക്ക് ആ റെസ്പോൺസ് കിട്ടുള്ളൂ. അപ്പൊ അത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സ്നേഹയുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാം. അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ഇവിടെ വന്നോണ്ട് ചോദിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു ക്ലിനിക്കിൽ ഞാൻ എത്തിപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ്, അതായത് എന്തെല്ലാം പ്രശ്നങ്ങളായിട്ടാണ് ഇവിടെ ആൾക്കാർ വരിക? ബേസിക്കലി ഞാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്, MD കഴിഞ്ഞ ഡെർമറ്റോളജിസ്റ്റ് ആണ്. അപ്പൊ നമ്മള് സ്കിൻ റിലേറ്റഡ് ആൻഡ് ഹെയർ റിലേറ്റഡ് ആയിട്ട് എല്ലാ പ്രോബ്ലംസ് ആയിട്ടും ആൾക്കാർ വരാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഓഫ്കോഴ്സ് സ്കിന്നിലെ ഇഷ്യൂസ്, ഇപ്പം ആക്നെ പോലത്തെ ഇഷ്യൂസ്, പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ സ്കിന്നിലെ എല്ലാ കണ്ടീഷൻസും, സ്കിന്നിൽ വരാവുന്ന എല്ലാ ഇൻഫെക്ഷൻസും, സ്കിന്നിൽ വരുന്ന പല അസുഖങ്ങളുണ്ടല്ലോ, ആ രീതിയിലുള്ള എല്ലാ സ്കിൻ ട്രീറ്റ്മെന്റ്സും നമ്മളിവിടെ ചെയ്യാറുണ്ട്. പിന്നെ ഹെയർ റിലേറ്റഡ് ട്രീറ്റ്മെന്റ്, ഈ പറഞ്ഞ ഹെയർ ലോസ് ഇഷ്യൂസ് വരുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട്. നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരു മോഡേൺ വെൽ എക്യൂപ്ഡ് സ്കിൻ ക്ലിനിക് ആണ്.
എല്ലാ ലേസേഴ്സും ഉണ്ട് നമുക്കിവിടെ, മെഡി ഫേഷ്യൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, നമ്മുടെ ഹെയറിനുള്ള ട്രീറ്റ്മെന്റ്സ്, ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാം തന്നെ നമ്മളൊരു നൂതന സ്കിൻ ക്ലിനിക്, ഒരു എസ്തെറ്റിക് ക്ലിനിക്കിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എല്ലാം തന്നെ നമ്മളൊരു വെൽ എക്യൂപ്ഡ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടൈലർ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു വാല്യൂഷൻ, എല്ലാ പേഷ്യന്റ് വരുമ്പോൾ എല്ലാം സെയിം അല്ല, എല്ലാവരുടെയും സ്കിന്നും സെയിം അല്ല. അപ്പോൾ അതനുസരിച്ചുള്ള വാല്യൂഷൻ വെച്ചിട്ട് കെമിക്കൽ പീൽ വേണോ, ലേസേഴ്സ് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ മെഡിസിൻസ് മതിയോ, ഇതെല്ലാം നമ്മൾ വാലുവേറ്റ് ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുക. നമ്മള് സ്നേഹയുടെ സ്കാൽപ്പ് നോക്കുമ്പോൾ ഇഷ്യൂ എന്ന് വെച്ചാൽ ഹെയറിന്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്, ഉള്ള മുടിക്ക് ഒരു തിന്നിങ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാലക്രമേണ പതുക്കെ സ്കാൽപ്പ് വിസിബിൾ ആയി തുടങ്ങും, ഗ്യാപ്പ് വന്നു തുടങ്ങും. നമ്മളിപ്പോ എങ്ങനെയൊക്കെ ചീകിയാലും സ്കാൽപ്പിൽ ചെറിയൊരു ഗ്യാപ്പ്, ഒരു വിസിബിലിറ്റി വന്നു. അപ്പൊ ആ പ്രോസസ്സ് നമ്മൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്യണം. ഇത്രയും ഹെയർ ഫോൾ വരുന്നതും ആ ഒരു ഹെയർ ഡെൻസിറ്റി കുറയുന്നതും ഹെയർ തിന്നിങ് വരുന്നതും അറസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിനിപ്പോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അഥവാ PRP എന്നൊരു ട്രീറ്റ്മെന്റ് ആണ്. കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ സേഫ്റ്റിയാണ്. നമ്മുടെ തന്നെ ബ്ലഡ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡ് വെച്ച് നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് പോലെയാണ്. അതിനോട് നമുക്കൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അതിനോട് നമ്മുടെ ബോഡിയുടെ റിയാക്ഷനോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. നമ്മുടെ ബ്ലഡ് ഒരു 8 to 10 ml നമ്മൾ ബ്ലഡ് എടുത്തു, അതിന് നമ്മളൊരു മെക്കാനിക്കൽ പ്രോസസ്, ഒരു സെൻട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ പ്ലാസ്മ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. അത് ബ്ലഡിലെ റെഡ് ബ്ലഡ് സെൽസ് മാറ്റിയിട്ടുള്ള ക്ലിയർ പാർട്ടാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് എന്ന പോർഷനിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ്, മുടി വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, അത് നമ്മൾ ഡയറക്റ്റ് ഹെയർ റൂട്ടിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇഞ്ചെക്ട് ചെയ്യുന്ന പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയോ, അയ്യോ ഇഞ്ചക്ഷനോ, നമ്മൾ ചെറിയ ഇൻസുലിൻ നീഡിലല്ലേ, ആൾക്കാർ ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന ചെറിയ നീഡിൽ, അത് വെച്ചിട്ട് ആ ഹെയർ റൂട്ടിന്റെ അവിടെ മാത്രമേ നമ്മൾ ഭയങ്കര ഒരു പെയിൻഫുൾ പ്രോസസ് ഒന്നും കേട്ടോ. അതിന് ചെയ്ത ഉടനെ റെസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നമ്മൾ നോർമൽ റുട്ടീനിലേക്കാണ് തിരിച്ചു. ഇപ്പൊ നമ്മളിപ്പോ അത് പറയുന്നതിനെ കാട്ടി എനിക്ക് തോന്നുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്താലേ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ PRP ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവാണ്. ഡോക്ടർ പറഞ്ഞു വേദനയൊന്നും ഇല്ലാതെ, എന്നാലും ഉള്ളിട്ടുള്ളത് എന്തോ ഒരു വേദന എനിക്കുണ്ട്. നമുക്ക് നോക്കാം. എന്തോ വലിയൊരു ആക്സിഡന്റ് ഒക്കെ വന്ന ആളാണ്, പെയിനൊക്കെ ഒരുപാട് സഹിച്ചതാണ്, എനിക്കൊരു വിഷയമല്ല എന്നാണ് സ്നേഹനോട് ഇപ്പൊ അതെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, മനസ്സിൽ ചെറിയൊരു പേടി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്കത് ചെയ്യാം. ശരി. നമ്മള് PRPക്കുള്ള ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുകയാണ്. PRPക്കുള്ള സ്പെഷ്യലി ഡിസൈൻ കിറ്റ്സ് ഉണ്ട് നമുക്ക് PRP കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ ഒരു 8 ml ബ്ലഡ് കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ബ്ലഡ് നോക്കിയാൽ നമ്മൾ ചുമന്ന നിറത്തിലുള്ള നമ്മുടെ ബ്ലഡ് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ RBCs, റെഡ് ബ്ലഡ് സെൽസ് മാറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്മ എക്സ്ട്രാക്ട് ചെയ്യും. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പൊ കാണിച്ചു തരാം. ഒരു മെക്കാനിക്കൽ സെൻട്രിഫിക്കേഷൻ പ്രോസസ്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആ പ്ലാസ്മയാണ് നമ്മൾ പിന്നെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡ് ബ്ലഡ് സെൽസ് മാറ്റിയിട്ടുണ്ട്. അടിയിൽ വന്നിരിക്കുന്നതാണ് റെഡ് ബ്ലഡ് സെൽസ്. മുകളിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ PRP എന്ന് പറയുന്ന ലിക്വിഡ് ആണ് മുകളിൽ കാണുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. ഇതിനകത്ത് നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റ് എന്ന കോശങ്ങളിൽ നിന്ന് കിട്ടുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനൊരു കോൺസെൻട്രേറ്റഡ് പരുവത്തിലാക്കിയിട്ട്, നമ്മുടെ ബ്ലഡിൽ തന്നെ ഉള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്, അതിനൊരു കോൺസെൻട്രേറ്റഡ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഹെയർ റൂട്ട്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ്. ഇത് നമ്മൾ ചെറിയ ഇൻസുലിൻ സിറിഞ്ചസിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ ആൾക്കാർ ഇൻസുലിനൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ നീഡിൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭയാനകമായ ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിലുള്ള പെയിനും ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നമുക്ക് എന്തായാലും നേരിട്ട് തന്നെ കാണാം. നമുക്ക് PRP രണ്ട് രീതിയിൽ സ്കാൽപ്പില് യൂസ് ചെയ്യാം. ഒന്ന് നമ്മൾ ഈ ഇഞ്ചക്ഷൻ മെത്തേഡിൽ ചെയ്യാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ
ചെറിയ മൈക്രോ നീഡ്ലിംഗ് ചെയ്യാം. നമുക്ക് മൈക്രോ നീഡിൽസ് വെച്ചിട്ട് ചെറിയ മൈക്രോ നീഡ്ലിംഗ് ചെയ്ത് ചെറിയ പോർസ് ഉണ്ടാക്കി നമ്മൾ PRP വെറുതെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ഒരുപാട് പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെയിൻ തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നീഡിൽ പേടിയുള്ളവർക്ക് നമുക്ക് അങ്ങനെയും PRP യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം സ്നേഹക്ക് ഇത് പ്രശ്നമൊന്നുമില്ല അല്ലേ സ്നേഹ? വല്ലാണ്ട് പെയിൻ സഹിക്കാൻ പറ്റാത്ത പെയിൻ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഞാൻ ഇഞ്ചെക്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പൊ സ്നേഹയുടെ PRP സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് സ്നേഹ PRP ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സ്നേഹയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. അല്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഭയങ്കര സൂചിയൊക്കെ കുത്തിക്കയറ്റെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവിടുന്ന് ബ്ലഡ് എടുക്കാൻ കുത്തുമ്പോഴുള്ളൊരു പെയിനില്ലേ, അപ്പൊ തലയിലൊക്കെ ആകുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എന്തോ ഒരു സംഭവം അത്രയും. അതെ, ചെറിയ ഇൻസുലിൻ സിറിഞ്ചസ് ആണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഭയങ്കര ഒരു പെയിൻഫുൾ എന്ന് പറയാനൊന്നുമില്ല. പിന്നെ സ്നേഹയ്ക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഇത്രയും പ്ലാസ്മ നമ്മുടെ സ്കിന്നിന്റെ സ്കാൽപ്പിന്റെ സ്കിന്നിന്റെ അടിയിൽ ഇഞ്ചെക്ട് ചെയ്തിരിക്കണം. അപ്പൊ ഒരു ടൈറ്റ്നെസ് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെയാണ്. പ്രത്യേകിച്ച് ഹെഡേക്കോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ സാധാരണ ഉണ്ടാവാറില്ല. ഇതിനി ആഫ്റ്റർ കെയർ ആയിട്ടും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി വേറെ ഒന്നും ശ്രദ്ധിക്കാനുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പൊ ആണുങ്ങൾ ചെയ്യുമ്പോൾ ഇനി ഉടനെ ഹെൽമെറ്റ് ഇടാവോ, ഉടനെ കുളിക്കാവോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. എല്ലാം നോർമലായിട്ട് നമ്മുടെ നോർമൽ റുട്ടീൻ എങ്ങനെയാണോ ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റി ആണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരു കെയറും ഒന്നും എടുക്കാനില്ല. യെസ്, നമ്മുടെ PRP ഒരൊറ്റ സെഷൻ അല്ല. യൂഷ്വലി നമ്മളൊരു 3 സെഷനൊക്കെ ചെയ്യും. ഞാൻ ചെയ്യുന്നത് ഒരു മാസം ഗ്യാപ്പിലാണ്. പിന്നെ സെഷൻ ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ. ഒരു 3 സെഷൻസ് ആണ് ഐഡിയൽ ഇനീഷ്യൽ ഒരു ട്രീറ്റ്മെന്റ് ട്രിഗറിന് വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ആവശ്യമുള്ള മുടിക്ക് ആവശ്യമുള്ള കുറച്ച് വൈറ്റമിൻ സപ്ലിമെന്റ്സും ഹെയർ സിറംസും അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യും. അത് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു സിനർജിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോകാം. മാക്സിമം റെസ്പോൺസ് മുടിക്ക് കിട്ടാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. PRPയുടെ നെക്സ്റ്റ് സെഷൻ 1 മന്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പൊ ഇത് കാണിച്ചപ്പോൾ എന്തായാലും ഡോക്ടർ നമ്മൾ ഇതിന്റെ റിസൾട്ട് കൂടെ അവരെ അറിയിക്കണല്ലോ. അപ്പൊ എന്തായാലും എന്റെ 3 സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മുടി ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പൊ ഇതായിരുന്നു എന്റെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ